ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, കർക്കിടക സംക്രാന്തിയൊക്കെ അല്ലേ വരുന്നത്. ചെറിയ രീതിയിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ചെറിയ രീതിയിൽ പണികളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ ഹെൽപ്പിന് അമ്മ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ തനിച്ചാണ് കേട്ടോ എല്ലാതും ചെയ്യണത്. അമ്മയും കൂടെ ഉള്ള ദിവസമൊക്കെയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാട്ടോ അതൊക്കെ കഴിക്കാറ്. അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ അതിന് നിന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് കേട്ടോ ഒക്കെ ചെയ്യണത്. ഫസ്റ്റ് തന്നെ ഈ റാക്കുന്ന കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ദിവസം ഞാൻ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ ആകെ പൊടി പിടിച്ചിട്ടായിട്ടോ ഇവിടെയൊക്കെ കിടന്നിരുന്നത്. എന്തായാലും ഇനി കർക്കിടകമൊക്കെ അല്ലേ വരണ വെച്ചിട്ട് ഞാനത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യത്തിന് നല്ല പൊടിയും മാറോലൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ട്രോഫികളൊക്കെ ഏട്ടനും അനിയനും കിട്ടിയതാണ് കേട്ടോ. ചിലതൊക്കെ എനിക്ക് കിട്ടിയതുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ഫിനിഷ് ചെയ്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് അടുക്കളയിലാണ് കേട്ടോ. അടുക്കള പറഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ടുള്ള അടുക്കളയല്ല കേട്ടോ, നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കണ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ്. അവിടെ അത്യാവശ്യത്തിന് പരന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. പീടികയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞാനത് അങ്ങനെ എടുത്ത് വെക്കലായിരുന്നു. അങ്ങനെ അത് ബോട്ടിലൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായിട്ട് അപ്പോഴത്തേനും ഏട്ടൻ ചോറിനാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഏട്ടൻ പോയ ശേഷമാണ് കേട്ടോ ഞാൻ പണികളൊക്കെ തുടങ്ങിയത്. ഈ ഏരിയയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിയോ മാറലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ 2 ദിവസം മുന്നേ അവിടെ ഒന്ന് നേരാക്കി ഇട്ടിരുന്നു. ചെറിയ രീതിയിലുള്ള എൻ്റെ ഒരു സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് പൊടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഇത് ഞാൻ കോവിഡ് സമയത്ത് ചെയ്ത കുറേ ബോട്ടിൽ ആർട്ടുകളാട്ടോ. കോവിഡ് സമയത്തൊക്കെ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് പോയിരുന്നൊരു സമയമായിരുന്നല്ലോ. അന്നൊക്കെ കുറേ ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ആ ഏരിയ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിട്ടോ. പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് പിന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ.